2024 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അത്ര നല്ല വർഷമല്ല. തുടർ തിരിച്ചടികൾക്ക് പിന്നാലെ കോച്ച് എറിക് ടെൻ ഹാഗിനെ പുറത്താക്കി. പകരം റൂബൻ അമോറിം പരിശീലകനായി എത്തിയെങ്കിലും യുണൈറ്റഡിനെ രക്ഷിക്കാനായിട്ടില്ല. നിലവിലെ താരങ്ങളിൽ അമോറിം തീർത്തും നിരാശനാണ്. തനിക്ക് വേണ്ട താരങ്ങളെ ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കണമെന്നാണ് അമോറിം ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, നിലവിലെ തന്റെ ടീമിൽ ആരൊക്കെ വേണമെന്നും അമോറിം വ്യക്തമാക്കിയിട്ടുണ്ട്. അമദ് ദിയാലോ, കോബി മൈനു, നൗസർ മസ്റൂയി, മത്യാസ് ഡിലൈറ്റ്, ലെനി യോറോ, ആന്ദ്രെ ഒനാന, ലിസാൻഡ്രോ മാർട്ടിനസ്, മാനുവൽ ഉഗാർത്തെ, റാസ്മസ് ഹോയ്ലൻഡ് എന്നിവരെയാണ് അമോറിം ഭാവിയുടെ താരങ്ങളായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ അഭാവം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയനാവുന്നത് അർജന്റീൻ താരം അലക്സാൻഡ്രോ ഗർനാച്ചോയാണ്. യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പിൻഗാമിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന താരമാണ് ഗർനാച്ചോ. ഈ വർഷത്തെ ഫിഫയുടെ മികച്ച ഗോളിനുള്ള പുഷ്കാസ് അവാർഡ് നേടിയതും ഗർനാച്ചോ ആയിരുന്നു. ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളും ക്ലബ് മാനേജ്മെന്റുമെല്ലാം ഇഷ്ടപ്പെടുന്ന താരമാണെങ്കിലും കോച്ച് അമോറിമിന്റെ പട്ടികയിൽ ഗർനാച്ചോയ്ക്ക് സ്ഥാനമില്ല. അമോറിം വന്നതിന് ശേഷം ഗർനാച്ചോയ്ക്ക് അവസരം കിട്ടുന്നതും കുറവാണ്. അമോറിമിന് കീഴിൽ ഗർനാച്ചോ സ്റ്റാർട്ട് ചെയ്തത് 3 കളിയിൽ മാത്രം. ഈ 3 മത്സരത്തിലും താരത്തെ പിൻവലിക്കുകയും ചെയ്തു. 3 തവണ പകരക്കാരനായും ഇറങ്ങി. ഇത്രയും മത്സരങ്ങളിൽ ഗോൾ നേടാനോ അസിസ്റ്റ് നൽകാനോ ഗർനാച്ചോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ജനുവരിയിൽ തന്നെ ഗർനാച്ചോ യുണൈറ്റഡ് വിടാനുള്ള സാധ്യതയുണ്ട്. സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് നിലവിൽ ഗർനാച്ചോയിൽ താല്പര്യം കാണിച്ചിട്ടുള്ള ക്ലബ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.